Hi students, this time we will discuss about 8237 DMA controller. DMA means direct memory access. It's a type of fast fast IO communications. From input output data transfer ഭയങ്കര high rate ചെയ്യണമെന്നുണ്ടെങ്കിൽ we should rely on DMA transfer. DMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ആക്ച്വലി എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ DMA നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം DMAയുടെ ഫുൾ നെയിം ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്നാണ്. DMA നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫാസ്റ്റായിട്ട് ഇപ്പം ഒരു ഫ്ലോപ്പി ഡിസ്കിനകത്തേക്ക് ഒരു 100 MB ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പം നോർമലി മൈക്രോ പ്രൊസസ്സർ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പം മൈക്രോ പ്രൊസസ്സർ ഇപ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഫ്ലോപ്പി ഡിസ്കിൽ നിന്ന് അല്ലെങ്കിൽ CD ഡ്രൈവിനകത്ത് ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്യാനാണെന്ന് വിചാരിക്കാം. CD ഡ്രൈവിൽ നിന്ന് ഹാർഡ് ഡിസ്കിനകത്തേക്ക് കോപ്പി ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ 100 MB 100 ബൈറ്റ്സും ഇപ്പോൾ 1 by 1 ആയിട്ട് 1 byte by 1 byte ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, മൈക്രോ പ്രൊസസ്സർ റീഡ് ചെയ്യണം. ആദ്യം ഫസ്റ്റ് ബൈറ്റ് റീഡ് ചെയ്യും, CD-ക്കകത്ത് നിന്ന് റീഡ് ചെയ്യും, ദെൻ ഹാർഡ് ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്യും, ദെൻ സെക്കൻഡ് റീഡ് ചെയ്യും, പിന്നെ ഹാർഡ് ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്യും, തേർഡ് ബൈറ്റ് CD-ക്കകത്ത് നിന്ന് റീഡ് ചെയ്യും, ഹാർഡ് ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്യും. ഇങ്ങനെ 100 MB ആണെങ്കിൽ 100 MB റീഡ് ചെയ്ത് റൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് മൈക്രോ പ്രൊസസ്സർ വേറൊരു ഓപ്പറേഷനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് ഓരോ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട ടൈമും ഉണ്ട്. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു പ്രോസസ്സർ ഡിസൈൻ ചെയ്തു, ഒരു ഇൻ്റർഫേസിങ് ഡിവൈസ് നമ്മൾ ഡിസൈൻ ചെയ്തു. ആ ഡിവൈസാണ് ആക്ച്വലി എന്ത് DMA കൺട്രോളർ എന്ന് പറഞ്ഞാൽ. അപ്പം ഒരു ഡാറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ റീഡ് ചെയ്ത് റൈറ്റ് ചെയ്യാൻ പറ്റില്ല, മാത്രം പോരാ അതിനകത്ത് ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽസ് ഉണ്ടാകും, പിന്നെ അതുപോലെ തന്നെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യണം, ഡാറ്റ സ്പെസിഫൈ ചെയ്യണം, കൺട്രോൾ സിഗ്നൽസ് വേണം, റീഡ് റൈറ്റ് എന്ന് പറഞ്ഞ കൺട്രോൾ സിഗ്നൽസ് ഒക്കെ വേണം. ഇതൊക്കെ നോർമലി ഈ സിഗ്നൽസൊക്കെ നോർമലി ഉണ്ടാകുന്നത് സിസ്റ്റം ബസ്സാണ്. അപ്പോൾ നോർമലി സിസ്റ്റം ബസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ബസ് ഇൻക്ലൂഡ്സ് അഡ്രസ് ബസ്, ഡാറ്റ ബസ്, കൺട്രോൾ ബസ്. നോർമലി എനി ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് യൂസിങ് ദീസ് ബസ്. ഇപ്പം നമ്മൾ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദ ഡിവൈസ്. അപ്പോൾ അതിന് അഡ്രസ്സിനകത്ത് എന്ത് ചെയ്യണം, ഏത് ഡിവൈസിനകത്തേക്കാണോ നിങ്ങൾ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ് ബസ്സിനകത്ത് പ്ലേസ് ചെയ്യണം. ഇനി റീഡ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യണമെങ്കിൽ കൺട്രോൾ ബസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, റീഡ് തന്നെ സിഗ്നൽ സെൻഡ് ചെയ്യണം. അപ്പം ഡിവൈസിനകത്തുള്ള ഏത് ലൊക്കേഷനകത്തുള്ള അല്ലെങ്കിൽ ഏത് ഡിവൈസിനകത്തുള്ള വാല്യൂ ആണോ ആ വാല്യൂ ഡാറ്റ ബസ്സിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഇനി റൈറ്റ് ചെയ്യാനാണെങ്കിലോ റൈറ്റ് ചെയ്യുന്ന ഡിവൈസിൻ്റെ അഡ്രസ്സ് നമ്മൾ അഡ്രസ് ബസ്സിനകത്ത് പ്ലേസ് ചെയ്യണം, റൈറ്റ് ചെയ്യുന്ന ഡാറ്റ ബസ്സിനകത്ത് പ്ലേസ് ചെയ്യണം, ദെൻ റൈറ്റ് തന്നെ കൺട്രോൾ സിഗ്നൽസ് എവിടെ പ്ലേസ് ചെയ്യണം, കൺട്രോൾ സിഗ്നൽസിനകത്ത് പ്ലേസ് ചെയ്യണം. അപ്പം ആക്ച്വലി ഈ 3 കാറ്റഗറി ഓഫ് സീരിയൽസിനെയും കൂടെ കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് സിസ്റ്റം ബസ് എന്ന് പറഞ്ഞാൽ, ഡാറ്റ ബസ്, അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ്. അപ്പോൾ ഇത് 3 കൂടിയാണ് സിസ്റ്റം ബസ്. നോർമലി ഒരു സിസ്റ്റത്തിൻ്റെ സിസ്റ്റം ബസ് എന്ന് പറയുന്നതിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എപ്പോഴും മൈക്രോ പ്രൊസസ്സർ ആയിരിക്കും. അപ്പം മൈക്രോ പ്രൊസസ്സറാണ് എന്ത് ചെയ്യുന്നത്, ഈ സിസ്റ്റം ബസ്സിൻ്റെ ഓണർ എന്ന് പറയാം. അപ്പം DMA ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്ക് മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ, മൈക്രോ പ്രൊസസ്സറിന് മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം DMA നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മൈക്രോ പ്രൊസസ്സറിന് പകരം ഈ ഡാറ്റ ട്രാൻസ്ഫർ ആര് ഹാൻഡിൽ ചെയ്യും, DMA ഹാൻഡിൽ ചെയ്യും. ആ സമയത്ത് DMA ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് മൈക്രോ പ്രൊസസ്സർ സിസ്റ്റം ബസ്സിൻ്റെ കൺട്രോൾ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും, DMA കൺട്രോളറിന് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ DMA കൺട്രോളർ വിൽ പെർഫോം ഡാറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഫ്ലോപ്പി ഡിസ്ക് ആൻഡ് ഹാർഡ് ഡിസ്ക് ഓർ ഫ്ലോപ്പി ഡിസ്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും 2 IO ഡിവൈസസിന് വേണ്ടിയിട്ട് ഡാറ്റ ആര് ട്രാൻസ്ഫർ ചെയ്തോളും, DMA കൺട്രോളർ ട്രാൻസ്ഫർ ചെയ്തോളും. അപ്പം ഇങ്ങനെ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സിഗ്നൽ മൈക്രോ പ്രൊസസ്സറിനകത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഹോൾഡ് ആൻഡ് HLDA. ഹോൾഡ് എന്ന് പറഞ്ഞാൽ മൈക്രോ കൺട്രോൾ, അതായത് DMA കൺട്രോളർ എന്ത് ചെയ്യുന്നു, മൈക്രോ പ്രൊസസ്സറിന് റിക്വസ്റ്റ് ചെയ്യാണ് സിസ്റ്റം ബസ്സിൻ്റെ കൺട്രോൾ തരണം എന്ന് പറയുന്നുണ്ട്. സിസ്റ്റം ബസ്സിൻ്റെ കൺട്രോൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ HLDA എന്ന് പറഞ്ഞ സിഗ്നൽ ആർക്ക് സെൻഡ് ചെയ്തോളും, DMA കൺട്രോളറിന് സെൻഡ് ചെയ്തോളും. ആക്ച്വലി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഡയഗ്രം ഞാൻ കാണിച്ചു തരാം. സപ്പോസ് ഫ്ലോപ്പി ഡിസ്കിനാണ് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ ഫ്ലോപ്പി ഡിസ്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം DMA കൺട്രോളറിനകത്തേക്ക് റിക്വസ്റ്റ് ചെയ്യും. DMA കൺട്രോളറിനകത്തേക്ക് എന്താ റിക്വസ്റ്റ് ചെയ്യുന്നത്, DMA കൺട്രോളർ
റിക്വസ്റ്റ് ചെയ്യും അതിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ DMA കൺട്രോളർ ഫ്ലോപ്പി ഡ്രൈവിന് കുറച്ച് സമയത്തേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യും. ആ റിക്വസ്റ്റിനാണ് നമ്മൾ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, DMA കൺട്രോളർ റിക്വസ്റ്റ്. ആ DMA കൺട്രോളർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ DMA കൺട്രോളർ ഇപ്പം DMA ചാനൽസൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ DMA കൺട്രോളർ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ ഹോൾഡ് എന്ന് പറഞ്ഞ റിക്വസ്റ്റ് ആർക്ക് സെൻഡ് ചെയ്യും, 8085 സെൻഡ് ചെയ്യും. ഹോൾഡ് എന്ന് പറഞ്ഞ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും DMA കൺട്രോളറാണ് സെൻഡ് ചെയ്തതെന്ന് മനസ്സിലാവും. സിസ്റ്റം ബസ്സിൻ്റെ കൺട്രോൾ കൊടുക്കാനാണ് ഈ ഹോൾഡ് തന്നെ സിഗ്നൽ സെൻഡ് ചെയ്തതെന്ന് മനസ്സിലാവും. മൈക്രോ പ്രൊസസ്സർ ആ സമയത്തുള്ള എല്ലാ ഓപ്പറേഷൻസും സേവ് ചെയ്ത് സ്റ്റാറ്റസൊക്കെ സേവ് ചെയ്തിട്ട് സിസ്റ്റം ബസ്സിൻ്റെ കൺട്രോൾ ആർക്ക് സെൻഡ് ചെയ്യും, DMA കൺട്രോളറിന് സെൻഡ് ചെയ്യും. കൂട്ടത്തിൽ HLDA എന്ന് പറഞ്ഞാൽ ഒരു അക്നോളജ് സിഗ്നലും ആർക്ക് സെൻഡ് ചെയ്യും, DMA കൺട്രോളർ സെൻഡ് ചെയ്യും. HLDA കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ DMA കൺട്രോളർ എന്ത് മനസ്സിലാവും, ഇപ്പം ബസ്സിൻ്റെ മാസ്റ്റർ ആരാന്ന് മനസ്സിലാവും, DMA കൺട്രോളറാണെന്ന് മനസ്സിലാവും. DMA കൺട്രോളറിന് HLDA എന്ന് പറഞ്ഞ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ DMA കൺട്രോളർ തിരിച്ച് ഡിവൈസിന് എന്ത് ചെയ്യും, ഈ DAC എന്ന് പറഞ്ഞ ഒരു അക്നോളജ് സിഗ്നൽ എന്ത് ചെയ്യും, DMA ACK എന്ന് പറഞ്ഞ ഒരു അക്നോളജ് സിഗ്നൽ ആർക്ക് സെൻഡ് ചെയ്യും, ഫ്ലോപ്പി ഡിസ്കിന് സെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഡിവൈസ് വിച്ച് ഇൻട്രപ്റ്റ് ദി DMA കൺട്രോളർ. DMA കൺട്രോളറിനെ ഇൻട്രപ്റ്റ് ചെയ്തിരിക്കുന്ന ചങ്ങാതി ആരാണോ, ഡിവൈസ് ആരാണോ, അയാൾക്ക് എന്ത് ചെയ്യും, DAC എന്ന് പറഞ്ഞ സിഗ്നൽ സെൻഡ് ചെയ്യും. അപ്പോൾ DAC കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലോപ്പി ഡ്രൈവ് എന്ത് ചെയ്യും, ഓരോ ബൈറ്റ് ബൈ ബൈറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്തോളും. ആർക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി, DMA കൺട്രോളറിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. DMA കൺട്രോളർ ആർക്ക് സെൻഡ് ചെയ്തോളും, ഫ്ലോപ്പി ഡിസ്ക് ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഹാർഡ് ഡിസ്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസിനാണ് വേറെ ഏതെങ്കിലും ഡിവൈസ്. ആര് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല, മൈക്രോ പ്രൊസസ്സർ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല. സോ ദിസ് ഈസ് ദി മെത്തഡ് ഓഫ് DMA ട്രാൻസ്ഫർ. ഇതാണ് ആക്ച്വലി DMA ട്രാൻസ്ഫറിൻ്റെ ടെക്നിക്ക് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന DMA കൺട്രോളറിന് 8237 എന്ന് പറഞ്ഞ DMA കൺട്രോളറാണ്. 8237. ഈ 8237 4 ഡിഫറെൻറ്റ് ചാനലുണ്ട്. ചാനൽ 0 to ചാനൽ 3. ഓരോ ചാനൽ വഴി നമുക്ക് ഡിവൈസ്, അതായത് 4 ഡിഫറെൻറ്റ് ഡിവൈസസിന് എന്ത് ചെയ്യാൻ പറ്റും, DMA കൺട്രോളർ സെപ്പറേറ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓരോ ചാനൽ യൂസ് ചെയ്തിട്ട് നമുക്ക് 64 കിലോബൈറ്റ് ഓഫ് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എ ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. 64K കിലോബൈറ്റ്സ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ഏത് യൂസ് ചെയ്തിട്ട്, DMA കൺട്രോളറിൻ്റെ ഒരു ചാനൽ യൂസ് ചെയ്തിട്ട്. ഓക്കെ. To perform the function of the DMA controller, the DMA controller should have a data bus, an address bus, read-write control signals, and control signals to disable its role as peripheral and to enable role of processor. നോർമലി ഒരു DMA കൺട്രോളർ, ഇപ്പോൾ DMA കൺട്രോളർ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, DMA കൺട്രോളറായിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ ഡാറ്റ ബസ്. അതിന് സ്വന്തമായിട്ടൊരു ഡാറ്റ ബസ് ഉണ്ടായിരിക്കണം, സ്വന്തമായിട്ടൊരു അഡ്രസ് ബസ് ഉണ്ടായിരിക്കണം, റീഡ് റൈറ്റ് കൺട്രോൾ സിഗ്നൽസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കൺട്രോൾ സിഗ്നൽസ് ടു ഡിസേബിൾ ഇറ്റ്സ് റോൾ ആസ് എ പെരിഫറൽ ആൻഡ് എനേബിൾ ഇറ്റ്സ് റോൾ ആസ് എ പ്രോസസ്സർ. അപ്പം DMA കൺട്രോളർ ആക്ച്വലി രണ്ട് എന്തുണ്ട്, മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലേ, മൈക്രോ പ്രൊസസ്സറിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് DMA എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെരിഫറൽ ഡിവൈസാണ് അല്ലേ. അപ്പം മൈക്രോ പ്രൊസസ്സറും DMA കൺട്രോളറും തമ്മിലുള്ള ഓപ്പറേഷനകത്ത് DMA കൺട്രോളർ എന്ന് പറഞ്ഞ സാധനം എന്തായിട്ട് വർക്ക് ചെയ്യും, ഒരു സ്ലേവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പ്രോസസ്സർ എന്തായിരിക്കും, മാസ്റ്റർ ആയിരിക്കും. But in the case of DMA controller and an IO device like floppy drive or hard disk, DMA controller will act as a master. ആ സമയത്ത് ആരായിരിക്കും, മൈക്രോ പ്രൊസസ്സർ പോലെ ആക്ട് ചെയ്യുന്ന ആളായിരിക്കും, DMA കൺട്രോളർ ആയിരിക്കും. അപ്പം DMA കൺട്രോളറിന് രണ്ട് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ഒന്ന് മാസ്റ്ററായിട്ടും ഒന്ന് സ്ലേവ് ആയിട്ടും. മാസ്റ്റർ ആകുന്ന സമയത്ത് DMA കൺട്രോളർ IO ഡിവൈസസും തമ്മിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ. സ്ലേവ് ആകുന്ന സമയത്ത് മൈക്രോ പ്രൊസസ്സറും DMA കൺട്രോളറും തമ്മിലായിരിക്കും എന്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. 8237 is a programmable direct memory access control housed in a 40-pin package. ഇതും 40-pin IC ആണ്. It is a 4 independent channel with each channel enable transferring 64 kilobyte. നമ്മൾ പറഞ്ഞിട്ടില്ലേ 64 kilobyte ട്രാൻസ്ഫർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള 4 ഡിഫറെൻറ്റ് ചാനൽ യൂസ് ചെയ്തിട്ടാണ് 8237 എന്ന സാധനം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 40-pin IC ആണ്. It must interface with 2 type of devices. MPU മൈക്രോ പ്രൊസസ്സറായിട്ട് അത് ഇൻ്റർഫേസ് ചെയ്യണം. അതേപോലെ തന്നെ ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ള ഫ്ലോപ്പി ഡ്രൈവോ ഹാർഡ് ഡിസ്കോ പോലത്തെ ഡിവൈസായിട്ടും എന്ത് ചെയ്യണം, ഇൻ്റർഫേസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഫിഗറിനകത്ത് കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ ഇപ്പോൾ ഇവിടെയും ഈ ഒരു സൈഡിനും ഇൻ്റർഫേസ് ചെയ്യണം, ഈ ഒരു സൈഡിലും ഇൻ്റർഫേസ് ചെയ്യണം. ഇവിടെ മൈക്രോ പ്രൊസസ്സർ ആണെങ്കിൽ ഇവിടെ IO ഡിവൈസ് ആയിട്ടുള്ള ഫ്ലോപ്പി ഡ്രൈവോ അതുപോലത്തെ സാധനങ്ങളായിരിക്കും. ഓക്കെ.
അപ്പം നമ്മൾ പറഞ്ഞു ഒന്ന് മാസ്റ്ററായിട്ടും ഒന്ന് സ്ലേവായിട്ടും അത് വർക്ക് ചെയ്യും. മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് IO ഡിവൈസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ സ്ലേവായിട്ട് വർക്ക് ചെയ്യുന്നത് അത് മൈക്രോ പ്രോസസ്സറാണ് ആയിട്ടാണ്. ഇനി DMA കൺട്രോളർ എങ്ങനെ അത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ചാനൽസൊക്കെ എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി DMA കൺട്രോളർ ആൻഡ് ഇറ്റ്സ് ഇൻ്റർഫേസിങ്. ഇതിനകത്ത് DMA കൺട്രോളറിനകത്ത് 16 ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് ഉണ്ട്. 16 ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓരോ രജിസ്റ്റേഴ്സും ഓരോ പർപ്പസിന് വേണ്ടിയാണ്. അപ്പം പല ചാനലിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ഉണ്ട്, അതിന് സെപ്പറേറ്റ് യൂസ് ചെയ്യുന്ന കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ എങ്ങനെ വെച്ചാൽ സിഗ്നൽസ് ഡിവൈഡഡ് ഇൻ ടു 2 groups. One group signal is left on the A237 and second group is the right on the A237. A237 ലെഫ്റ്റിലുള്ള സിഗ്നലും ലെഫ്റ്റിലുള്ള ഈ ഗ്രൂപ്പ് ഓഫ് സിഗ്നലും ഇതിലുള്ള റൈറ്റിലുള്ള സിഗ്നൽസും, ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളത് എന്തൊക്കെയാണ് ലെഫ്റ്റിലും റൈറ്റിലുള്ള സിഗ്നൽസ് എന്താണെന്ന് നോക്കാം നമുക്ക്. A237 has 4 independent channels, CH0 to CH3 വരെയുള്ള 4 ഇൻഡിപെൻഡൻ്റ് ആണ്. 2 16-bit രജിസ്റ്റേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ചാനൽ. അപ്പോൾ ഓരോ ചാനലിലും എന്തുണ്ടാവും, 2 രജിസ്റ്റേഴ്സ്, 2 16-bit രജിസ്റ്റേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ചാനൽ. അങ്ങനെ തന്നെ നമുക്ക് എത്ര എണ്ണമായി, 8 രജിസ്റ്റേഴ്സ് തന്നെ അതിന് തന്നെ പോയി 2 ചാനലിന് വേണ്ടി. 1 is used to load the starting address of the byte. അപ്പോൾ എവിടെ മുതൽ എവിടെ വരെയുള്ള ഡാറ്റയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് പറയില്ലേ. അപ്പം ഒന്ന് സ്റ്റാർട്ടിങ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ്, മറ്റേത് കൗണ്ടും നമ്പർ ഓഫ് ബൈറ്റ്സ് ടു ബി കോപ്പീഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബൈറ്റ്സ് ടു ബി ട്രാൻസ്ഫേർഡ് അത് കോപ്പി ചെയ്യാനാണ് അടുത്ത രജിസ്റ്റർ, അടുത്ത 16-bit രജിസ്റ്റർ. അപ്പം സ്റ്റാർട്ടിങ് പിന്നെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന ഒരു രജിസ്റ്ററും ഓരോ ചാനലിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്പീഡി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് ഓരോ ചാനലും യൂസ് ചെയ്യുക. അപ്പോൾ 4 ചാനലുണ്ട്. 4 ചാനലിനകത്തും ഓരോ രജിസ്റ്റർ കീപ്പ് ചെയ്ത് 2 രജിസ്റ്റേഴ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്, 2 16-bit രജിസ്റ്റേഴ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആദ്യത്തെ രജിസ്റ്റർ സ്റ്റാർട്ടിങ് അഡ്രസ്സ് കീപ്പ് ചെയ്യാനാണെങ്കിൽ രണ്ടാമത്തെ രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ട് വാല്യൂ സ്റ്റോർ ചെയ്യാനാണ്. ദി അഡ്രസ് ഓഫ് ദീസ് രജിസ്റ്റേഴ്സ് ആർ ഡിറ്റർമിൻഡ് ബൈ ദി 4 lines A3 to A0. A3 to A0 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് രജിസ്റ്ററാണ് നമുക്ക് ആക്സസ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് ചിപ്പ് സെലക്ടർ ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ച പോലെ ചിപ്പ് സെലക്ടർ ഉണ്ട്, എന്താണ്ടല്ലേ ചിപ്പ് സെലക്ട്. ബാക്കിയുള്ള 4 lines യൂസ് ചെയ്തിട്ടാണ്. ഈ 4 lines-ആണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്, 16 രജിസ്റ്റേഴ്സ് ഇൻറ്റേർണലിയുള്ള 16 രജിസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഈ ലാസ്റ്റിലത്തെ 4 എണ്ണം യൂസ് ചെയ്തിട്ടാണ്, 4 എണ്ണം യൂസ് ചെയ്തിട്ടാണ്. ഇത് ബാക്കിയുള്ള 4 എണ്ണം എന്ന് പറഞ്ഞ സാധനം ചിപ്പ് സെലക്ടിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നതാണ്, ഡീകോഡ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് രജിസ്റ്റേഴ്സ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. DREQ നമ്മൾ പറയാം, DMA റിക്വസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ അക്നോളജ് തിരിച്ചു കിട്ടുന്നൊക്കെ പറയല്ലേ നമ്മൾ. ഇനി രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. CH0 മെമ്മറി അഡ്രസ് രജിസ്റ്റർ, CH0 കൗണ്ട് രജിസ്റ്റർ. ഇപ്പോൾ CH1 മെമ്മറി അഡ്രസ് രജിസ്റ്റർ, CH1 കൗണ്ട് രജിസ്റ്റർ അല്ലേ. ഇത് ചാനൽ 1, ഇത് രണ്ടും ചാനൽ 1-ന് വേണ്ടിയിട്ടുള്ള 16-bit രജിസ്റ്റേഴ്സ്. ഇത് ചാനൽ 0-ന് വേണ്ടിയിട്ടുള്ളത്, ഇത് ചാനൽ 1-ന് വേണ്ടിയിട്ടുള്ളത്, ഇത് ചാനൽ 2-ന് വേണ്ടിയിട്ടുള്ളത്, ഇത് ചാനൽ 3-ക്ക് വേണ്ടിയിട്ടുള്ളത്. മനസ്സിലായില്ലേ. ഇനി അടുത്ത രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്, റീഡ് റൈറ്റ് സ്റ്റാറ്റസ് ബാർ കമാൻഡ് രജിസ്റ്റർ, write request register, write signal mask register, write mode register, write clear byte pointer flip flop, read write master clear or temporary register, write clear mask register, write all mask registers. ഇതൊക്കെയാണ് ആക്ച്വലി ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ്. അപ്പോൾ ഓരോ ചാനലിലും കറസ്പോണ്ടിങ് 2 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്നത് മെമ്മറി അഡ്രസ് രജിസ്റ്ററും ഒന്ന് കൗണ്ട് രജിസ്റ്ററും. മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് അഡ്രസ് ഓഫ് ദി ലൊക്കേഷൻ, അവിടെ മുതലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ നമ്മൾ IO ഡിവൈസ് കണക്ട് ചെയ്യാനുള്ളതും ഇവിടെ നമുക്ക് മൈക്രോ പ്രൊസസ്സർ കണക്ട് ചെയ്യാനുള്ളതും ആയിട്ടുള്ള സിഗ്നലാണ്. അപ്പോൾ 2 സൈഡിലായിട്ട് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയത്തില്ലേ, ഇതാണ് ആക്ച്വലി ഉള്ളത്. ഇനി AEN എന്ന് പറഞ്ഞാൽ AEN ആൻഡ് അഡ്രസ് സ്റ്റോപ്പ്
address enable and address stop. These are active high output signal that are used to latch high order address byte of the byte to be generated a 16-bit address. ഒരു 16-bit അഡ്രസ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, ആക്റ്റീവ് ഹൈ ആക്കി വെക്കും. ആക്റ്റീവ് ഹൈ ആക്കി വെച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്തിട്ടുള്ളൂ, ഒരു 16-bit അഡ്രസ്സായിട്ട് നമുക്കതിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി മെമ്മറി റീഡ് ആൻഡ് മെമ്മറി റൈറ്റ്. മെമ്മറി റീഡ് ഓപ്പറേഷനും മെമ്മറി റൈറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് MEM റീഡ് എന്നും MEM റൈറ്റ് എന്ന് പറഞ്ഞ സിഗ്നൽസ് ഉള്ളത്. MEM read and MEM write, these are output signal used during the DMA cycle to write and read memory. അപ്പം മെമ്മറിക്കകത്ത് നിന്ന് റീഡും റൈറ്റും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഏത് യൂസ് ചെയ്യുന്നത്, ഈ മെമ്മറി റീഡും മെമ്മറി റൈറ്റും യൂസ് ചെയ്യുന്നത്. A3 to A0, A2 to A4 address. ഇത് A3 to A0 are bidirectional address line. They are used to ഇൻപുട്ട് ആക്സസ് കൺട്രോൾ രജിസ്റ്റർ ആസ് ഷോൺ ഇൻ, നമ്മൾ നേരത്തെ പറയണല്ലേ A0 to A3 to A0 എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണലിയുള്ള 4 രജിസ്റ്റേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡ്യൂറിങ് DMA cycle, these lines are used as output lines to generate a lower order address. അത് DMA സൈക്കിളിൽ അതെന്തായിട്ട് അഡ്രസ് ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. മൈക്രോ പ്രൊസസ്സറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അത് സെലക്ട് ചെയ്യാനും രജിസ്റ്റർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. Hold request and hold acknowledge. HRQ signal is used to request MPU മൈക്രോ പ്രൊസസ്സറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സിസ്റ്റം ബസ് റീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HRQ എന്ന് പറഞ്ഞ സിഗ്നൽ യൂസ് ചെയ്യുന്നത്. HLD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് അക്നോളജ് ചെയ്യുന്നതാണ്. ഈ സൈക്കിൾ ആക്ച്വലി നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഇതാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ഈ അഡ്രസ്സും ഡാറ്റയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതും DMA കൺട്രോളർ എങ്ങനെ ഡാറ്റാ ബസ് യൂസ് ചെയ്യുന്നത്, ലോവർ ഓർഡർ ഡാറ്റാ ബസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ടാണ്. പക്ഷേ ഇത്ര ഡീപ്പായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അഡ്രസ് ലൈൻസും ഇത്രയും ഡീറ്റെയിൽസ് മതിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് DMA കൺട്രോളർ. നിങ്ങൾക്ക് ആദ്യം ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം എങ്ങനെയാണെന്നുള്ളത്. ആ കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മൈക്രോ പ്രൊസസ്സറും DMAയും IO ഡിവൈസസും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ DMA കൺട്രോളർ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ഒന്നത് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യും, മറ്റേത് സ്ലേവായിട്ട് വർക്ക് ചെയ്യും. സ്ലേവായിട്ട് വർക്ക് ചെയ്യുന്ന തന്നെ മൈക്രോ പ്രൊസസ്സറും DMAയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് DMA കൺട്രോളറും ഫ്ലോപ്പി ഡ്രൈവായിട്ടും അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസായിട്ടും വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ മാസ്റ്റർ എന്ന് പറയുക. ഇത്രയും ഡീറ്റെയിൽസ് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നോട്ട്സ് വേണമെങ്കിൽ കിട്ടുകയാണെങ്കിൽ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.